ബിജു ബാലകൃഷ്ണൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം TOCയുടെ ഗാനം, ശേഷം ചാക്കോ മാഷിന്റെ സ്കിറ്റ്, അതിനുശേഷം സുഭാഷൻ ടീച്ചർ ആൻഡ് ടീമിന്റെ ഗാനം. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വൈലോപ്പിള്ളി കൂട്ടായ്മയിലെ ഒരു അംഗമാണ് ഞാൻ, കാവ്യശിഖയിലെ അംഗം. സുഭാഷിണി മഹാദേവൻ എന്ന നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചർ എന്നോട് വൈലോപ്പിള്ളി കവിതകൾ ചൊല്ലാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഇഷ്ടവും കൂടെ മാനിച്ചുകൊണ്ട് കാവ്യസഞ്ചാരം നടത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൈലോപ്പിള്ളി മലയാള കവിതയെ കാച്ചിക്കുറുക്കിയത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്. പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്നൂരി ചെന്നിയ കതിർ ചുറ്റും കിടക്കേ, മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥ നാടകഭൂവിൽ. പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കതിർ ചുറ്റും കിടക്കേ, മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥ നാടകഭൂവിൽ. കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചൊന്നു കുത്തി, കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചൊന്നു കുത്തി, വെറ്റില ചവച്ചുന്മതമോളം വെട്ടിടും അരിവാളുകളേന്തി, ഒന്നിച്ച നമ്രമയോടെ നിൽപ്പൂ കന്നിപ്പാടത്ത് കൊയ്ത്തുകാർ നീളെ, ഒന്നിച്ച നമ്രമയോടെ നിൽപ്പൂ കന്നിപ്പാടത്ത് കൊയ്ത്തുകാർ നീളെ. നൽപുലർകാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ, ഒന്നിച്ച നമ്രമയോടെ നിൽപ്പൂ കന്നിപ്പാടത്ത് കൊയ്ത്തുകാർ നീളെ. നൽപുലർകാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ. നിർദ്ദയം മെതിച്ചീ വിളവുണ്മാൻ മൃത്യുവിന്നേകും ജീവിതം പോലും, വിത്തൊരിത്തിരി വയ്ക്കുന്നു വീണ്ടും പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ. നിർദ്ദയം മെതിച്ചീ വിളവുണ്മാൻ മൃത്യുവിന്നേകും ജീവിതം പോലും, വിത്തൊരിത്തിരി വയ്ക്കുന്നു വീണ്ടും പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. വൈലോപ്പിള്ളി മഹാകവി അങ്ങനെ വിത്തൊരിത്തിരി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ വിത്തൊക്കെ എടുത്ത് തന്നെയാണ് നമ്മളും ഈ കാവ്യശിഖയുടെ വിളവെടുപ്പ് നടത്തുന്നത് എന്ന തിരിച്ചറിവോടെ പ്രിയപ്പെട്ട അംബികേച്ചി അവിടെ ഇരിപ്പുണ്ട്. അംബികേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ പേര് ഏതായാലും കുഴപ്പമില്ല, വരി പറഞ്ഞാലും മതി. ആ മാമ്പഴം, പിന്നെ കോതമ്പ് മണികൾ, പിന്നെ ഉണ്ടോ? അംബികേച്ചി രണ്ട് കവിത പറഞ്ഞു. ഒന്ന് വൈലോപ്പിള്ളിയുടെ തന്നെ മാമ്പഴം,
മറ്റൊന്ന് ഒ.എൻ.വി. സാറിൻ്റെ കോതമ്പ് മണികൾ. സുഭാഷ് ടീച്ചറെ ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലമ്മലർ ചെണ്ടൊന്നൊടിച്ചാളാതിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമിനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. തുങ്കമാമിനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി. വാനവർക്കാരോമലായി പാലിനെ കുറിച്ചുദാസീനനായി ക്രീഡാരസലീനനായി അവൻ വാഴെ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. കോതമ്പ് മണികൾ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പപ്പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. നീയെന്നും നീയാണ്. കോതമ്പപ്പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടു പഴുത്തോര കുഗ്ര
കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീ ഒരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരിപ്പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ. ഇനി ഏതെങ്കിലും അടുത്ത് ആ ആ കൃഷ്ണ നീ എന്നെ അറിയില്ല. പിന്നെ കത്തി കൊണ്ടരിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. വയലാറിൻ്റെ കവിതകൾ ഓരോ സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ എത്രയോ കേട്ടുപോയിട്ടുള്ളതാണ്. ഐഷ അതൊക്കെ പുതുകാലത്ത് കൂടുതൽ വായിക്കപ്പെടേണ്ട കവിതയാണ്. അപ്പോൾ അടുത്ത് കൃഷ്ണ നീയൻ, സുഗതകുമാരി ടീച്ചറിൻ്റെ കൃഷ്ണ നീയൻ. കൃഷ്ണ നീ എന്നെ അറിയില്ല. അവിടെ നിർത്തും. എനിക്ക് 15 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റായി. ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബളമാം പാവാട ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളചിഞ്ചിതം പെയ്കെ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗവഞ്ചനം ചാർത്തി. ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. ചപലകാളിന്തിതൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴികൂമ്പി. വിറയാർന്ന കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. വിറയാർന്ന കൈ നീട്ടി നിന്നോടു ഞാൻ എൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീ ഓടക്കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാലൊഴുകി മറിയുന്നതോർക്കാതെ. വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടി അഴിവതും കണ്ടിടാതെ. കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ. എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിൻചാരേ. എല്ലാം മറന്ന് ഓടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിൻചാരേ. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. പ്രിയമുള്ളവരെ, 15 മിനിറ്റ് സമയം നിങ്ങൾ പറഞ്ഞ കവിതകളിലൂടെ കൊണ്ടുപോകുമ്പോൾ ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ
ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താം.